ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കണ്ണൂരിലൊക്കെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ നമ്മൾ അങ്ങോട്ടേക്കും പോവും. അത് എന്നിട്ട് നമ്മളെ കണ്ണൂരിൽ തെക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 50 ആളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ ഇതാ ഒരു ഭാഗത്തുനിന്ന് മന്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പെരുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളം കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഈ ഡ്രിങ്ക് നമ്മൾ മറ്റേ ബ്ലൂ കരാക്കൂല, അതാണ് കലക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് സോഡ ഒഴിച്ചു കൊടുക്കും. അതാണ് കേട്ടോ നമ്മൾ ഡ്രിങ്കായിട്ട് കലക്കിയിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചധികം ആളുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വലിയ ബക്കറ്റിലാണ് വെള്ളം കലക്കി വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന മാത്രമല്ല കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ കുറേ ആളുള്ളതുകൊണ്ട് തന്നെ അധികം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്നാണ് ചിക്കനെല്ലാം ഫ്രൈ ആക്കുന്നത്. കുറേ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യമില്ല, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ ഒരു സൈഡിൽ നിന്ന് ബീഫിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മന്തിൻ്റെ മസാല ഒക്കെ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ഇതാ ഈവനിങ് ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ടായത്. പിന്നെ ഇതാ മന്തിക്കുള്ള റൈസ് കുക്കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് നമ്മൾ പുഡിങ്ങൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഉപ്പാനോടൊന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പ ഒന്ന് തുറന്ന് കാണിച്ചിരുന്നതാണ്. പിന്നെ ആളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആൾക്കാർക്കും അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ആളൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ഇതാ നമ്മൾ മന്തിയൊക്കെ റെഡി ആയിട്ട് ഇതാ നമ്മൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബിരിയാണി, നൂഡിൽസ് അതൊക്കെ ഓർഡർ ചെയ്യുക ചെയ്തത്. പിന്നെ ഇതാ ബത്തക്കല്ലും കുറച്ച് മോഡലാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2-3 കറി ഐറ്റംസൊക്കെ ഉണ്ടായിന്. ഞാൻ പിന്നെ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് പൈനാപ്പിളും കുക്കുംബറൊക്കെ ഇട്ടിട്ടുള്ള സാലഡാണ്. അനാറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാലഡ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. ഇതാ നമ്മൾ പുഡിങ്ങും മുട്ടമല്ലിയും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആൾ വന്നപ്പോൾ നമ്മൾ വേഗം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം ആദ്യം തന്നെ കൊടുത്ത്. പിന്നെ എല്ലാവരും വന്നപ്പം പെട്ടെന്ന് നമ്മൾ വേഗം ധൃതി പിടിച്ച് ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. അതിന് ഓരോ സൈഡിൽ നിന്ന് ഒരാളെടുക്കുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഓടി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ബിരിയാണിയും നൂഡിൽസും പിന്നെ ഇതാ അൽസൊക്കെ ഇങ്ങനെ വിളമ്പി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടാണ് ആളെ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.